നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED നീക്കം എന്നുള്ള അതീവ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ചില സൂചനകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ED ആ നീക്കത്തിലേക്ക് കടക്കുക തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകളും കേസിലെ പ്രതിയുമായ T വീണയുടേത് ഉൾപ്പെടെയുള്ള സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ഡൽഹിയിലെ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച സൂചനയുള്ളത്. കേസ് അന്വേഷിച്ച കൊച്ചി ED ഓഫീസാണ് റിപ്പോർട്ട് നൽകിയത്. എക്സാലോജിക്കിനും ഡയറക്ടറായ വീണയ്ക്കും പണം നൽകിയത് പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലായിരുന്നുവെന്ന് CMRL MD SN ശശീന്ദ്രൻ കർത്ത 2024 ഏപ്രിൽ 17 മൊഴി നൽകിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയനിലേക്ക് നേരിട്ടുള്ള ഒരു പിടിവള്ളിയാണ് ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ED നീങ്ങുന്നത്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സേവനങ്ങളൊന്നും നൽകാതെയായിരുന്നു പണം കൈമാറ്റമെന്നും മൊഴി നൽകി. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ 2,78 ലക്ഷം രൂപ ലഭിച്ചത് സേവനങ്ങളൊന്നും നൽകാതെയാണെന്ന് വീണ സമ്മതിച്ചതായും ED റിപ്പോർട്ടിലുണ്ട്. കർത്തയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിണറായിയെ ചോദ്യം ചെയ്യുക. ED സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ കേസുകളുടെ അവലോകനത്തിനായി കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെത്തിയപ്പോൾ പിണറായിയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. ഡയറക്ടർ രാഹുൽ നവീന്റെ അനുമതി വാങ്ങിയ ശേഷം മതിയെന്നായിരുന്നു ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. അനുമതി ലഭിച്ചതായാണ് സൂചന. ഇല്ലാത്ത IT കൺസൾട്ടൻസിയുടെ പേരിൽ എക്സാലോജിക്കിന് CMRL 1,72 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും 2019 ജാനുവരി 25 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇതുൾപ്പെടെ വീണയ്ക്കും കമ്പനിക്കും 2,78 ലക്ഷം രൂപ കരാറുകളിലൂടെ നൽകിയെന്നും പറയുന്നു. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സേവനങ്ങളൊന്നും ലഭിക്കാതെയാണ് പണം കൈമാറിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. IT സേവനങ്ങൾ നൽകാതെയാണ് 2,78 ലക്ഷം രൂപ വാങ്ങിയതെന്ന് T വീണ EDയോട് സമ്മതിച്ചിട്ടുണ്ട്. കർത്തയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിണറായി വിജയനെ ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ആഴ്ച ED സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ കേസ് അവലോകനം ചെയ്യുന്നതിനായി കൊച്ചിയിലെത്തിയിരുന്നു. അന്ന് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതും ചർച്ചയായിരുന്നുവെന്നാണ് വിവരം. ED ഡയറക്ടർ രാഹുൽ നവീന്റെ അനുമതിക്ക് ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. 2019 ജാനുവരി 25 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ യാതൊരു IT കൺസൾട്ടൻസി സേവനവും നൽകാതെ CMRL എക്സാലോജിക്കിന് 1,72 ലക്ഷം രൂപ നൽകിയതായി കണ്ടെത്തിയിരുന്നുവെന്നും വിവിധ കരാറുകളിലൂടെ ആകെ 2,78 ലക്ഷം രൂപ T വീണയ്ക്കും കമ്പനിക്കും ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. വീണയുടെ വീട്ടിൽ മെയ് 27 പുലർച്ചെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ റെയ്ഡിലാണ് കേസിൽ നിർണായക വഴിത്തിരിവായ പുതിയ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ EDക്ക് ലഭിക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസിന് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വീണ വിജയന്റെ പേരിൽ പ്രവർത്തിച്ചിരുന്നതായും ED കണ്ടെത്തി. ഇതോടെ കേസിന്റെ അന്വേഷണ പരിധി കൂടുതൽ വിപുലമായിരിക്കുകയാണ്. പരിശോധനകളിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെന്നാണ് സൂചന. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാകാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം എന്ന പേരിലാണ് ഈ സ്ഥാപനം ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന കവറുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിലെ വിവരങ്ങളാണ് ഐഫോണിലെ ഡിജിറ്റൽ തെളിവുകളുമാണ് കേസിൽ വീണയ്ക്ക് കുരുക്കായിരിക്കുന്നത്. ലേക്കർ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന 15,57,414 രൂപ ED മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലെയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലെയും പണവും ഇതോടൊപ്പം മരവിപ്പിച്ചിട്ടുണ്ട്. CMRL ഉടമ ശശീന്ദ്രൻ കർത്ത EDക്ക് നൽകിയ നിർണായക മൊഴിയും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിൽ മാത്രമാണ് വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയതെന്നും കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നും കർത്ത വെളിപ്പെടുത്തി. വ്യാജ സേവന കരാറുകളുടെ മറവിലാണ് പണം കൈമാറിയതെന്ന ED കണ്ടെത്തലിനെ ശരിവെക്കുന്നതാണ് ഈ മൊഴി. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 2,78 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിനും വീണയ്ക്കുമായി CMRL കൈമാറിയത്. നൽകിയ പണവും സേവനവും തമ്മിൽ ബന്ധമില്ലെന്ന് വീണ തന്നെ സമ്മതിച്ചതായി ED റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആദായ നികുതി വകുപ്പ് സമർപ്പിച്ച അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉത്തരവിന് പിന്നാലെ ED നടത്തുന്ന അന്വേഷണം കേസിനെ പൂർണ്ണമായും ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മകളുടെ ലേക്കർ ഇന്ത്യ എന്ന നിഴൽ
ഓയിൽ കമ്പനിയുടെ വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദ്യം ചെയ്യലിന്റെ നിഴലിലാണ്. കർത്തയുടെ മൊഴിയിൽ പിണറായി വിജയന്റെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടുള്ളതിനാൽ അദ്ദേഹത്തെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിഷയത്തിൽ രാഷ്ട്രീയ ധാർമ്മികത മുൻനിർത്തി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച ശാസ്ത്രീയ തെളിവുകൾ ചോദ്യം ചെയ്യപ്പെടാനാകാത്തതാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു. ശശീന്ദ്രൻ കർത്തയുടെ മൊഴി പിണറായിക്കും കുടുംബത്തിനും കടുത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വ്യാജ കരാറുകൾ ഉണ്ടാക്കി ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. ഇതോടൊപ്പം പുതിയ കമ്പനിയുടെ നിഗൂഢമായ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി പുറത്തു വന്നതോടെ വീണ വിജയന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളും മങ്ങുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കടക്കാനുമാണ് EDയുടെ തീരുമാനം. കേരള രാഷ്ട്രീയത്തെ ഉലയ്ക്കുന്ന രീതിയിലേക്ക് എക്സാലോജിക് ലേക്കർ ഇന്ത്യ അന്വേഷണം മാറുമ്പോൾ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിനും കുടുംബത്തിനും നിർണായകമായിരിക്കും. അന്ന് വീണയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ എത്തിയപ്പോൾ അന്ന് വലിയ രീതിയിൽ ED ആക്രമിച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. കാരണം കുറെ എണ്ണം ഇപ്പോൾ ജയിലിനുള്ളിൽ ജാമ്യം പോലും കിട്ടാതെ കിടക്കുകയാണ്. ഇനി മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ED രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.